ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഒരിടമാണ് ചിതറാൾ ജൈനക്ഷേത്രം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ചിതറാൾ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചാരണത്തുമല എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ചിതറാൾ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായി തീർന്നു. ജൈനക്ഷേത്രത്തിന് ഏതാനും കിലോമീറ്ററിനടുത്തായി പഴയ തിരുവിതാംകൂറിന്റെ കൊട്ടാരമായ പത്മനാഭപുരം കൊട്ടാരവും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രവും ഇതിന് അടുത്തായി സ്ഥിതി ചെയ്യുന്നു. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് എന്ന് കരുതപ്പെടുന്ന ജൈനക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ക്ഷേത്രം. ചിതറാൾ ഗ്രാമത്തിലെത്തിയാൽ ജൈനക്ഷേത്രത്തിലേക്ക് യാത്രികരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശന കവാടം കാണാം. അവിടെ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ചിതറാൾ ജൈനക്ഷേത്രത്തിലേക്കുള്ള നടവഴിയിൽ എത്തിച്ചേരാം. നടവഴി തുടങ്ങുന്നിടത്ത് ഇടതുവശത്തായി പാർക്കിംഗ് ഏരിയയും ശുചിമുറികളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നിശ്ചിത തുക നൽകി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മറ്റു ഫീസുകളൊന്നും നിലവിലില്ല. ഏകദേശം 1 കിലോമീറ്റർ മുകളിലേക്ക് നടന്നു വേണം ക്ഷേത്ര പരിസരത്തെത്താൻ. അതിനാൽ തന്നെ യാത്ര ആരംഭിക്കും മുമ്പ് കയ്യിൽ കുടിവെള്ളം കരുതണം. ക്ഷേത്ര പരിസരത്ത് യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും ലഭിക്കുന്നതല്ല. കരിങ്കൽ പാകിയ വഴിയുടെ ഇരുവശവും ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെ വിശ്രമിക്കാം. പാറകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തു കൂടിയാണ് നടപ്പാത കടന്നു പോകുന്നത്. നടപ്പാതയുടെ ഇരുവശത്തുമുള്ള മരങ്ങൾ യാത്രികർക്ക് തണലേകുന്നു. സാവകാശം നടന്ന് മുകളിലെത്തിയാൽ വലിയൊരു ആൽമരം കാണാം. ഇവിടെ വിശ്രമിക്കാം. വിശ്രമശേഷം ഏതാനും പടികൾ കയറിയാൽ ക്ഷേത്രത്തിന് മുകളിലെ ഗോപുരത്തിന് സമീപം എത്താം. ഇവിടെ യാത്രികരെ കാത്തിരിക്കുന്നത് വിശാലമായ പ്രകൃതി ഭംഗിയാണ്. ദൂരെയായി താമ്രപർണി നദിയും പച്ചപുതച്ചു നിൽക്കുന്ന താഴ്വാരവും വിദൂരതയിലുള്ള ജലാശയങ്ങളും മലകളും ചെറുപട്ടണങ്ങളും വിവിധ ആരാധനാലയങ്ങളുടെ ഉയർന്ന ഗോപുരങ്ങളും കാണാം. തിരിച്ച് താഴെ ഇറങ്ങി കരിങ്കൽ പടിയും കടന്ന് പാറകൾക്കിടയിലൂടെയുള്ള വഴിയെ നടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൈനക്ഷേത്രം അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോ ഉദാഹരണമാണ്. മലയക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിന്റെ കാലത്ത് പുതുക്കി പണി കഴിപ്പിക്കപ്പെട്ടതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ ബലിക്കല്ല് കാണാം. തൊട്ടുമുമ്പിൽ കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രം. ക്ഷേത്രത്തിനകത്ത് പാറയിൽ കൊത്തിയെടുത്ത നിരവധി തൂണുകൾ. ക്ഷേത്രത്തിൽ 3 ശ്രീകോവിലുകളാണ് ഉള്ളത്. അതിൽ പ്രധാന ശ്രീകോവിലിൽ വർത്തമാന മഹാവീരന്റെ ധ്യാനനിരതനായ രൂപം. ഇരുവശങ്ങളിലെ ശ്രീകോവിലുകളിൽ പാർശ്വനാഥനും പത്മാവതിയും. ജൈനമതത്തിലെ 24-ാമത്തെയും അവസാനത്തെയുമായ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ. ഒരു ക്ഷത്രിയ രാജകുമാരനായിരുന്നു മഹാവീരൻ. സിദ്ധാർത്ഥന്റെയും ത്രിശാലയുടെയും പുത്രനായിരുന്നു മഹാവീരൻ. 30-ാമത്തെ വയസ്സിൽ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയും ജ്ഞാനോദയം സിദ്ധിച്ച് ജൈനമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ജൈനമതത്തിലെ 23-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു പാർശ്വനാഥൻ. അദ്ദേഹം വർത്തമാന മഹാവീരനും 250 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പാർശ്വനാഥന്റെ ശാസനാദേവി സങ്കല്പമാണ് പത്മാവതിക്കിവിടെ ദേവീ സങ്കല്പമായും കാണുന്നു. 13-ാം നൂറ്റാണ്ടുകളോടുകൂടി ജൈനമതം പതിയെ ഇല്ലാതാവുകയും ഉണ്ടായിരുന്നവർ ഇവിടെ വിട്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇവിടം ഹിന്ദു ആചാരം പിന്തുടരുന്ന ക്ഷേത്രമായി മാറി. ക്ഷേത്ര ചുമരുകളിൽ കുടകൾക്ക് താഴെ തീർത്ഥങ്കരന്റെ വിവിധ തരം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെ പ്രകൃതിദത്തമായ ജലാശയം ഒരു അത്ഭുതമാണ്. കടുത്ത വേനലിലും ഈ ജലാശയം വറ്റില്ലെന്നാണ് പറയപ്പെടുന്നത്. ഭംഗിയായി പരിപാലിക്കുന്ന ക്ഷേത്രവും ശാന്തമായ അന്തരീക്ഷവും ചന്ദനത്തിരികളുടെ സുഗന്ധവും ഏതൊരാൾക്കും വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിക്കുക. ചിതറാൾ മലയുടെ മുകളിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ആരെയും ആകർഷിക്കും. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ ദൃശ്യങ്ങൾ വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുക. തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാനും ലോകോത്തര വാസ്തുവിദ്യ കണ്ട് പ്രകൃതിയിൽ സ്വയം മറന്നിരിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ചിതറാൾ ജൈനക്ഷേത്രം ഒരു മികച്ച അനുഭവം സമ്മാനിക്കുമെന്നത് ഉറപ്പാണ്. പ്രവേശന സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ക്ഷേത്രനട 4:30-ന് അടയ്ക്കും. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.